ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC ആൻഡ് CSEB ഗൈഡ്. ഇന്നത്തെ വീഡിയോ LGS റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള LGS റാങ്ക് ഫയലാണ്. നമുക്കിപ്പോൾ 10th പ്രിലിംസിനാണെങ്കിലും LGSനാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയ സമയത്ത് തന്നെ ഞാനിതൊന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പം ന്യൂ SCRTയും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 850 റുപ്പീസ് ആണെങ്കിലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എനിക്കത് 600 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതായത് LGSൻ്റെ സിലബസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ സിലബസ് തന്നെയാണ് നമുക്കിപ്പോൾ 10th പ്രിലിംസിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 10th പ്രിലിംസിനാണെങ്കിലും LGSന് ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം LGSൻ്റെ സിലബസ് അത് എങ്ങനെയാണ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അങ്ങനെ വിശദമായിട്ടുള്ള ഒരു സിലബസ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിലബസ് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് LGS അല്ലെങ്കിൽ 10th പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും മലയാളവും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ബേസിക്ക് പഠിക്കാനായിട്ട് PSC സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ബേസിക്ക് പഠിക്കാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. കാരണം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് താനും. എന്നാൽ വാസ്റ്റായിട്ട് പഠിച്ച് നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആക്കേണ്ടിയും വരത്തില്ല. ഈ ഒരു ടെക്സ്റ്റ് പഠിക്കാമെങ്കിൽ അത്യാവശ്യം ബേസ് ഒന്ന് സെറ്റാക്കാനായിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് നല്ലതായിരിക്കും. അതല്ലാതെ നമുക്കൊരു LDC മെയിൻസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം മതി. നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളൊന്നും വാങ്ങേണ്ട. ഇപ്പോൾ എല്ലാ ടെക്സ്റ്റുകളും 2, 3 വോളിയത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുന്നതിലും നല്ലത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് തന്നെ ധാരാളമാണ്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2025, 24, 23 അതിൽ കൂടുതലും 24, 23 അപ്പോൾ 25 പറഞ്ഞാൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ കോഡിൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിലും ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ 25 അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി LGS നിലവാരത്തിൽ ആ ഒരു എക്സാം മാത്രമാണോ നടന്നിരുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും ഒരേ ഒരു ക്വസ്റ്റ്യൻ കോഡ് മാത്രമാണ് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചതിൽ കണ്ടത്. അതല്ലാതെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. പ്രീവിയസ് വേണമെങ്കിൽ നമ്മൾ അതിനായിട്ട് തന്നെ ഒരു ടെക്സ്റ്റ് വാങ്ങിച്ച് പഠിക്കുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് സിലബസ് പഠിക്കാനാണെങ്കിൽ നല്ലതാണ്. പിന്നെ അത്യാവശ്യം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഇതിൽ നോട്ട് ചെയ്തൊരു കാര്യം, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ബോക്സിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുന്നതും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളെല്ലാം അടുക്കി കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മളിനി തപ്പി എടുക്കേണ്ട ആവശ്യമില്ല. മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സും അങ്ങനെ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. മാത്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റുകൾ തന്നെ വാങ്ങി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ അത്രയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ ഒരു ടെക്സ്റ്റ് തന്നെ മതി. അപ്പോൾ അത്യാവശ്യം പോയിൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.